നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങളും മുന്നറിയിപ്പുകളും വളരെ കൃത്യമായി പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അബുദാബി പോലീസ് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത്. ഇത് പ്രവാസികൾക്കും വളരെയേറെ ഉപകാരപ്രദമാണ്. കാരണം മുന്നറിയിപ്പുകളിലൂടെ പുതിയ ട്രാഫിക് നിയമങ്ങളും അത്തരത്തിൽ വരുന്ന പിഴകളിൽ നിന്നും ഒഴിവാകാനും സാധിക്കുന്നു. ഇപ്പോഴിതാ ഡ്രൈവർമാർക്ക് പ്രത്യേക മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് അബുദാബി പോലീസ്. അപകടകരമായ ഓവർടേക്കിങ്ങും പൊടുന്നനെയുള്ള ട്രാക്ക് മാറ്റവും പാടില്ലെന്നാണ് ഡ്രൈവർമാർക്ക് അബുദാബി പോലീസ് പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മൂടൽമഞ്ഞ് ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ മതിയായ ജാഗ്രത പുലർത്തണമെന്നും പോലീസ് നിർദ്ദേശിക്കുന്നു. അപകട സാധ്യത വിളിച്ചു വരുത്തുന്ന നടപടികളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കണമെന്ന് ഡ്രൈവർമാരെ ഉണർത്തുന്ന വീഡിയോ ചിത്രമാണ് പോലീസ് പുറത്തിറക്കിയത്. ഓവർടേക്കിങ്ങും ട്രാക്ക് മാറ്റവും നടത്തുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്. അതിൽ അലംഭാവം പാടില്ലെന്ന് വീഡിയോയിൽ പോലീസ് പറയുന്നു. ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ട് മുഖേനയാണ് അബുദാബി പോലീസ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റു വാഹനങ്ങളെ തെറ്റായ രീതിയിൽ മറികടക്കൽ ഒഴിവാക്കുക. ഓവർടേക്ക് ചെയ്യുന്ന സമയത്തും മറ്റും തൊട്ടടുത്ത് മറ്റു വാഹനങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ട്രാക്കുകളും റോഡുകളും മാറുമ്പോൾ മുന്നറിയിപ്പ് സിഗ്നൽ നൽകാൻ മറക്കരുതെന്നും പോലീസ് നിർദ്ദേശിച്ചു. മറ്റു വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് ആശങ്കയുണ്ടാകും വിധം പൊടുന്നനെ ട്രാക്കുകൾ മാറാതിരിക്കുക ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളും അബുദാബി പോലീസ് നൽകുന്നു. റോഡുകളിലെ ട്രാഫിക് സിഗ്നലുകളിൽ വാഹനം നിർത്തുമ്പോൾ ശ്രദ്ധ തെറ്റുന്ന മറ്റ് പ്രവൃത്തികളിൽ ഏർപ്പെടരുതെന്ന് അബുദാബി പോലീസ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അശ്രദ്ധ കാണിക്കുന്നതിലൂടെ അബദ്ധത്തിൽ ചുവപ്പ് സിഗ്നൽ മറികടക്കാനും അതുവഴി റോഡിലെ വലിയ അപകടങ്ങൾക്ക് കാരണമാവാനും സാധ്യതയുണ്ട്. അബുദാബിയിൽ റോഡുകളിലെ റെഡ് സിഗ്നൽ മറികടന്നാൽ 1000 ദിർഹം വരെ പിഴ ലഭിക്കാനും ഡ്രൈവർമാർക്ക് 12 ബ്ലാക്ക് പോയിന്റുകൾ ലഭിക്കാനും പര്യാപ്തമായ കുറ്റമാണ്. ഒപ്പം വാഹനം പിടിച്ചെടുക്കുകയും ചെയ്യും. 30 ദിവസം മുതൽ 3 മാസം വരെയായിരിക്കും ഇങ്ങനെ വാഹനം അധികൃതർ പിടിച്ചുവെക്കുക. വാഹനം പിന്നീട് വിട്ടുകിട്ടാൻ 50,000 ദിർഹം ഫൈൻ നൽകണം. 3 മാസത്തിന് ശേഷവും വാഹനം ഫൈൻ അടച്ച് തിരിച്ചെടുത്തില്ലെങ്കിൽ ഇത് ലേലത്തിലൂടെ വിൽപ്പന നടത്തുമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ അശ്രദ്ധയോടെയുള്ള ഡ്രൈവിംഗ്, മത്സരയോട്ടം, അവ്യക്തമോ മാഞ്ഞതോ വികലമായതോ ആയ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചുള്ള യാത്ര എന്നിവ കണ്ടെത്തിയാൽ വാഹനം പിടിച്ചെടുക്കും. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ മുൻ സീറ്റിൽ ഇരുത്തിയാൽ 400 ദിർഹമാണ് പിഴ. അങ്ങനെ പിടിച്ചെടുക്കുന്ന വാഹനം തിരിച്ചെടുക്കണമെങ്കിൽ 5000 ദിർഹം വേറെയും നൽകണം. അപ്പോൾ പ്രവാസികൾ എല്ലാവരും ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകം ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.